ടിജി, നമ്മൾ വല്ലാത്തൊരു ഭയപ്പാടിൻ്റെ വക്കിലാണെന്ന് തോന്നുന്നു. എങ്ങനെ ട്രെയിനുകളിൽ യാത്ര ചെയ്യും? കാരണം രാജ്യത്തിൻ്റെ നാടിഞരമ്പ് പോലെയാണ് നമ്മുടെ തീവണ്ടിപ്പാതകൾ. ഇന്നലെ രാത്രി കാളിന്തി എക്സ്പ്രസ്, അതിൻ്റെ മുന്നിൽ നിറച്ച ഗ്യാസ് കുറ്റി, ഒരു കുപ്പിയിൽ പെട്രോൾ, സ്ഫോടനം ഉണ്ടായി, തീ പിടിക്കണം, ട്രെയിൻ തകരണം. ആ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ അജ്മീറിലും തീവണ്ടി അട്ടിമറിക്കാൻ ശ്രമം. അപ്പോൾ ഞാനൊരു പട്ടിക എടുത്തു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഫറൂഖാബാദ് എക്സ്പ്രസ്, സബർമതി എക്സ്പ്രസ്, നൈൻപൂർ ജബൽപൂർ എക്സ്പ്രസ്, ഉദയ്പൂർ ജയ്പൂർ വന്ദേ ഭാരത് ഓഗസ്റ്റ് 23-നും 24-നും ഒരേ ട്രെയിൻ 2 തവണ. വെറുതെ അട്ടിമറിക്കാനല്ല, പാളത്തിൽ ക്ലിപ്പുകളൊക്കെ ഘടിപ്പിച്ചിട്ടാണ്. അഹമ്മദാബാദ് ഭവനഗർ എക്സ്പ്രസ് കഴിഞ്ഞ മാസം അട്ടിമറിക്കാൻ ശ്രമിച്ച വലിയ 70 കിലോയൊക്കെ ഉള്ള പാറക്കല്ലുമൊക്കെ വെച്ചിട്ട് പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ പിടിപ്പിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനമാണ് ഗ്യാസ് കുറ്റിയും പെട്രോളും വെക്കുന്നത്. എന്താ ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം? ഇത് ആക്സിഡൻറ്റും സംഗതിയൊന്നുമല്ല, ഭീകരാക്രമണമാണ്. അതിനെ അങ്ങനെ തന്നെ കാണണം. ആക്രമണത്തിനുള്ള ശ്രമം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, ഈ ഇൻസ്റ്റൻറ്റിൽ 4 കോടി ആൾക്കാർ ട്രെയിനിലാണ്. 4 കോടി. ഈ സമയത്ത് അറ്റ് എനി ഗിവൺ ടൈം ഭാരതത്തിലെ ട്രെയിനുകൾ, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ 4 കോടി ആൾക്കാരുണ്ടാവും. ഇത്രയധികം ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് റെയിൽവേ. 24 hours ഓടിക്കൊണ്ടിരിക്കും. ഇപ്പോഴും 4 കോടി ഉണ്ടാവും. രാത്രി 12 മണിക്ക് സുനിൽ ചെക്ക് ചെയ്താൽ അപ്പോഴും 4 കോടി ട്രെയിനിലുണ്ടാവും. 140 കോടി ജനങ്ങളുള്ള ഭാരതം എത്ര നീളത്തിലാണ് നമ്മുടെ റെയിൽവേ ലൈൻ. ഈ ഏർപ്പാട് തുടങ്ങിയത് ജൂലൈയിലാണ്. ഇപ്പോൾ ഓഗസ്റ്റിൻ്റെ കണക്കാണ് സുനിൽ എടുത്തത്. ജൂലൈ മുതൽ തുടങ്ങി ഈ പരിപാടി. കേരളത്തിൽ പോലും ലോറിയുടെ ടയർ കൊണ്ടുപോയിട്ട് വയ്ക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് അട്ടിമറി നടത്തുക. ഈ കാളിന്തി എക്സ്പ്രസ്സിൽ 1500 പേരാണ്. കാളിന്തി എക്സ്പ്രസ്സിലെ ഡ്രൈവറുടെ ശ്രദ്ധാപൂർവമായ ഇടപെടലോടെയാണ് അത് ഒഴിവായത്. അപകടം ഒഴിവായി എന്ന് ഞാൻ പറയില്ല, ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു 1500 പേര്. ആ ഡ്രൈവർക്ക് വല്ല അവാർഡും കൊടുക്കണം. അപ്പോൾ ആ പാതിരാത്രിക്ക് ഇത് കാണണമല്ലോ, ഈ സാധനം. ഇത് ഗ്യാസ് സിലിണ്ടറാണെന്ന് മനസ്സിലാകണമല്ലോ, ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തണ്ടേ. ഇതൊക്കെ അസാമാന്യമായ കഴിവാണ് അവർ കാണിക്കുന്നത്, റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ. അതേസമയം ഈ അട്ടിമറിയുടെ വേറൊരു ഇതുണ്ട്. ഒരു 16 ക്യാമറയുമായിട്ട് രാഹുൽ ഗാന്ധി ഗാങ്മാൻമാരെ പോയി കാണുന്നു. ഗാങ്മാൻ അറിയാമല്ലോ, അവരാണ് ലൈൻ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്, എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും നട്ട് ബോൾട്ട് ഇളകിയത്, ഒരു ചുറ്റികയും കയ്യിലുണ്ടാകും, ടോർച്ചും ഉണ്ടാകും. രാത്രിയിലൊക്കെ അവർ പെട്രോളിംഗ് ആണ് റെയിൽവേ ലൈൻ. ഇവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം മതിയോ, ആർക്കെങ്കിലും ശമ്പളം തികയുമോ, ആർക്കെങ്കിലും ഈ ഭൂമിയിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം മതി എന്ന് പറയുമോ? ഇല്ലെന്ന് പറയും. ഇല്ലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഗാങ്മാന്മാർക്ക് ശമ്പളം ഇല്ല, അവരെ തിരിഞ്ഞു നോക്കാറില്ല. പിന്നെ ചില്ലറ പരാതികളുണ്ടാകും, എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാനിന്ന് ഡബിൾ ഡ്യൂട്ടി ചെയ്തു. ഇങ്ങനെ റെയിൽവേ എംപ്ലോയീസിലെ പല വിഭാഗത്തെയും 16 ക്യാമറയും വെച്ച് ഈ മനുഷ്യൻ പോയി കാണും. എന്നിട്ട് ഇതെല്ലാം റീൽസ് ആക്കിയിട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയുടെ റീൽസ് ഒരുപാട് വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടൊരു ടീമിനെ വെച്ചിരിക്കുകയാണ്. റെയിൽവേ എംപ്ലോയീസ് അവരുടെ ഇടയ്ക്ക് അസ്വസ്ഥത പടർത്തുക, അവർക്ക് വലിയ മോഹങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ ചീഫ് എഞ്ചിനീയർ കണ്ടില്ലേ, അയാൾ എന്ത് ജോലിയാണ് അയാൾ ചെയ്യുന്നത്? വല്ലപ്പോഴും വന്നിട്ട് കുറച്ച് കടലാസ് ഒപ്പിടും. അയാളുടെ ശമ്പളം എത്രയാണ്? 1.25 ലക്ഷം. നിങ്ങൾക്ക് എത്രയാണ്? എനിക്ക് 25,000. 25,000 കൊണ്ട് കുടുംബം നടക്കുമോ? നടക്കില്ല. നടക്കുന്നുണ്ടായിരിക്കും അയാളുടെ, പക്ഷെ നടക്കില്ല എന്നല്ലേ പറയുള്ളൂ. ഒരു മനുഷ്യനും ജീവിതത്തിൽ തൃപ്തിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പോരാ എന്ന് പറയും. ഇത് വെച്ചിട്ട് റീൽസ് ഉണ്ടാക്കിയിട്ട് റെയിൽവേ എന്നുള്ള സ്ഥാപനം നേരെ ചൊവ്വേ അല്ല നടക്കുന്നത് എന്ന് വരുത്തുക. നേരെ ചൊവ്വേ അല്ല നടക്കുന്നതെന്ന് എനിക്കും അറിയാം, സുനിലിനും അറിയാം. കാരണം ഇത്ര വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ കറപ്ഷൻ ഉണ്ടാകും, ഇൻഎഫിഷ്യൻസി ഉണ്ടാകും, പലവിധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ പ്രശ്നങ്ങൾ വലുതാക്കി റീലാക്കി മാറ്റിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഈ മനുഷ്യൻ ചെയ്തത്. അതല്ലാതെ നോക്ക്, ഓപ്പോസിഷൻ സൈഡിൽ നിന്ന് ഈ അശ്വിനി വൈഷ്ണവിനെ ചീത്ത പറയുക അല്ലാതെ ഈ സിലിണ്ടർ വെച്ചത് ആരാണ്? ഇതെന്താണ് ഇതിൻ്റെ പിന്നിൽ? ആർക്കും കൊണ്ടുപോയി ഈ റെയിൽവേ ലൈൻ ഓപ്പണായിട്ട് കിടക്കുന്ന കിലോമീറ്റർ നീളത്തിൽ അതിൻ്റെ പുറത്ത് കൊണ്ടുപോയി ആർക്കും എന്തും വയ്ക്കാം. അങ്ങനെ വയ്ക്കാവുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത് ആരാണ്?
നേരത്തെ ഒന്നും ഇങ്ങനെ ഈ മിസ്ചീഫ് ചെയ്യുമായിരുന്നില്ല ആൾക്കാർ. കൊച്ചു പിള്ളേർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയൊരു മെറ്റൽ എടുത്ത് വയ്ക്കും, എന്നിട്ട് മാറി നിൽക്കും. വണ്ടി വന്നു കഴിയുമ്പോൾ ഒന്നുകിൽ അത് പൊടിയാകും, അല്ലെങ്കിൽ ഒരൊറ്റ തട്ട് അത് പോയിട്ട് ഒരു 100-150 മീറ്റർ ദൂരെ കിടക്കും. ആ മെറ്റൽ ഉരുണ്ടതാണെങ്കിൽ തട്ടിപ്പോകും, മറ്റേതാണെങ്കിൽ ഇതിനടിയിൽ ഞെരിഞ്ഞു പോകും. പിന്നെ പൈസ വെക്കും, 10 പൈസയുടെ 20 പൈസയുടെ കോയിൻ അതങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പരന്ന് കിട്ടും. ഇങ്ങനെയൊക്കെ ചില്ലറ കുട്ടികളുടെ കളി, അതൊന്നും അപകടം വരുത്തി വയ്ക്കുന്നതല്ല. അത് കഴിഞ്ഞാണ് ഇവർക്ക് ക്ലിക്ക് ചെയ്യുന്നത്. ഇത് വലിയ സാധനം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് കയറി ദുരുണ്ട് വീഴുമല്ലോ അല്ല. അങ്ങനെ ഇപ്പോൾ ഈ 3ാമത്തെ തവണയാണ് ഈ സിലിണ്ടർ വയ്ക്കുന്നത്, ഗ്യാസ് സിലിണ്ടർ മാത്രമല്ല, ഗ്യാസ് സിലിണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് പെട്രോൾ നിറച്ച ഒരു കുപ്പി, അതിൻ്റെ ട്രാക്കിൻ്റെ മറ്റേ വശത്തായിട്ട് ഒരു സ്വീറ്റ് ബോക്സിൽ എക്സ്പ്ലോസീവ് പൊട്ടിത്തെറിക്കാനായിട്ട്. അപ്പോൾ അത് ഒന്നുകിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടണം, അല്ലെങ്കിൽ ഈ പെട്രോളിന് തീ പിടിക്കണം, അതും അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തു പൊട്ടണം. അങ്ങനെ ട്രിപ്പിൾ ഗ്യാരണ്ടീഡ് എക്സ്പ്ലോഷൻ അട്ടിമറിയാണ് ഇവന്മാർ പ്ലാൻ ചെയ്തിരുന്നത്. ബാക്കി എന്നിട്ട് 3 സംഭവിച്ചില്ല, അതിന് മുമ്പേ ട്രെയിൻ നിന്നു. അപ്പോൾ എത്ര കാൽക്കുലേറ്റഡായിട്ട് ചെയ്യുന്നു നോക്കുക. ഇതിന് മുമ്പ് ഒരുത്തൻ ഗ്യാസ് വെച്ചിട്ട് അവന് സൈക്കിളിൽ വന്നിട്ട് ഗ്യാസ് വെച്ചിട്ടാണ് പോയത്. കയ്യോടെ പോലീസ് പിടിച്ചു, സൈക്കിളും ഇവനെയും കൂടെ. സൈക്കിളിൻ്റെ കാരിയറിൽ ഗ്യാസ് കുറ്റി കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് ആശം തിരിച്ചു പോവുകയാണ്. ഇറ്റ് ഈസ് ദാറ്റ് ഈസി. പറഞ്ഞിട്ട് കാര്യമില്ല, ഏതെങ്കിലും റിമോട്ട് ഗ്രാമപ്രദേശത്ത് ചെയ്യാൻ സാധിക്കും. പക്ഷേ പോലീസ് യാദൃശ്യമായിട്ട് കണ്ടു, ആ പയ്യനെ പിടിച്ചു. അപ്പോൾ ഈ പയ്യനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശിക്ഷിച്ചു കഴിഞ്ഞാൽ ജുവനയിലാണ് 3 വർഷം ഈ ദുർഗുണ പരിഹാര പാഠശാലയിലെ അയക്കാൻ പറ്റുമോ. പയ്യൻ്റെ അടുത്ത് നേരെ പേരൊന്നും പറയില്ല. നാരായണൻ എന്നാണ് പേരെങ്കിൽ മാധവൻ എന്ന് പറയും. അപ്പോൾ പയ്യനോട് പറയും മാധവൻ ചേട്ടനാണ് എന്നോട് പറഞ്ഞു, ഇവർ മാധവനെ അന്വേഷിക്കും, മാധവനെ കിട്ടില്ല, മാധവൻ എന്ന് പറഞ്ഞാൽ ആളേ ഇല്ല. ഇതിനാണ് ഈ കുട്ടികളെ ഉപയോഗിക്കുന്നത്. എന്തൊരു മഹാഭാവമാണ് ചെയ്യുന്നത്. ഇത് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ഒരു പ്രതിപക്ഷവും തയ്യാറില്ല, അപലപിക്കാൻ ആരുമില്ല. ഞാൻ പറയുന്നത് ഇത് ഇത്ര നീളത്തിൽ കിടക്കുന്ന റെയിൽവേ ലൈൻ ആയതുകൊണ്ട് ഈ സന്നദ്ധ സംഘടനകളുണ്ടല്ലോ, അപകട രംഗത്ത് ടീഷർട്ടിട്ട് അപ്രത്യക്ഷപ്പെടുന്നവർ, അവരിതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കണം. ഞാൻ തമാശയായിട്ടോ അവർ പരിഹസിച്ചോ പറയുകയല്ല. ഞാൻ അന്ന് പറയുമ്പോഴും എനിക്ക് അവരോട് പുച്ഛമൊന്നും മനസ്സിലില്ല. ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്. അവർ പറയും ഇവിടുന്ന് 15 കിലോമീറ്റർ ഈ സംഘടനയുടെ ഈ ബ്രാഞ്ച് നോക്കും, അവിടെ നിന്ന് അടുത്ത 15 കിലോമീറ്റർ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും. റെയിൽവേ ധൈര്യമായിട്ടിരുന്നു, പാളത്തിൽ ഒരു വസ്തു വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഷിഫ്റ്റായിട്ട് രാജ്യത്തെ രക്ഷിക്കാൻ ജനങ്ങൾക്കൊരു ബാധ്യതയില്ലേ. എത്രയോ സംഘടനകളുണ്ട്. ഞാൻ പ്രത്യേകിച്ച് സംഘടനയുടെ പേര് പറയാത്തത് അത് പിന്നെ വിവാദമാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് സംഘടനകൾ, പൊതുജനങ്ങൾ ഇതിൻ്റെ ജനങ്ങളാണ് ചെയ്യേണ്ടത്. പോലീസിനും റെയിൽവേക്കും പരിമിതിയിട്ട് എത്രയാണെന്ന് വിചാരിച്ചാൽ അവർ എത്ര ജീവനക്കാരെ വയ്ക്കും? മുഴത്തിന് കാവൽക്കാരനെ വയ്ക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതുകൊണ്ട് ജനങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അങ്ങനെ ചെയ്ത സംഭവം കേരളത്തിൽ റോഡുകൾ വൃത്തിയാക്കുന്ന റെസിഡൻറ്റ് അസോസിയേഷൻ എന്നറിയാം, അവരതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തും. കോർപ്പറേഷന് നിങ്ങളൊന്നും ചെയ്യേണ്ടപ്പ, ഞങ്ങൾ ചെയ്തിട്ട് ഈ ചവർ പ്രത്യേകം റെഡിയാക്കി തന്നെ അവിടെ നിങ്ങൾ കൊണ്ടുപോയാൽ മതി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടേണ്ട കാര്യമില്ല. ഇത് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഭാരതത്തിലെ ജനങ്ങൾക്കുണ്ട്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുകയും കൂടെ വേണം. റെയിൽവേയും അത് ചെയ്യണം. അല്ല, അത് സർക്കാർ അതിനൊരു കോളൊക്കെ നടത്തേണ്ടതാണ്. ഇത്രയും ആവർത്തിച്ചുണ്ടാകുമ്പം ഇതൊരു വാർത്താക്കുറിപ്പായിട്ട് അല്ലെങ്കിൽ റെയിൽവേ മന്ത്രി തന്നെ പരസ്യമായി രാജ്യത്തോട് പറയേണ്ടതാണ്. ഞാൻ പഴയ ഒരു സംഭവം പറയട്ടെ. കേരളത്തിൽ ഈ പട്ടികടി എന്ന് പറഞ്ഞൊരു ബഹളം നടന്നു. പട്ടി കടിക്കുന്നു, എല്ലാവരെയും പട്ടി കടിക്കുന്നു. അന്ന് ഒരാഹ്വാനവും ഒന്നുമില്ലാതെ ഡോഗ് സ്ക്വാഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ 10-15 പേര് രാത്രി വടിയും കട്ടയും കല്ലും ഒക്കെ ആയിട്ട് ഇറങ്ങി മാറി ഷിഫ്റ്റായിട്ട് ഇന്ന വീട്ടിൽ നിന്നൊക്കെ 5 പേര് 6 പേര്, അടുത്ത ദിവസം വേറെ 6 പേര്, 3-ാമത്തെ ദിവസം വേറെ 6 പേര്, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്ത്. അന്ന് വല്ലാതെ അത് ടി വിക്കാരുണ്ടാക്കിയതാണ് കേട്ടോ, അല്ലാതെ അതിൽ യാഥാർത്ഥ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ജനങ്ങൾ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ പൊതുവായ കാര്യത്തിന് ഒന്നിക്കും. അതിൽ രാഷ്ട്രീയവും ഉണ്ടാവില്ല, മറ്റൊന്നും. അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ പട്ടികടി ആർക്കും കിട്ടാം. ഇത് ട്രാക്കിൽ കൂടെ പോകുന്ന, ഞാൻ ട്രെയിനിൽ പോകുന്നില്ല എന്ന് കരുതുന്ന ആളുകളും ഉണ്ട്. ഇല്ല അങ്ങനെ 1-2 പേരുണ്ടാകും. ആ ചേട്ടനോട് വരണ്ടെന്ന് പറയും. ചേട്ടന് കഴിയില്ല, വരണ്ട, വഴക്കില്ലല്ലോ. അതല്ലാതെ എത്ര ആൾക്കാരുണ്ട്.
പൊതുകാര്യങ്ങൾ ജനങ്ങളാണ് ചെയ്യേണ്ടത്. ജനങ്ങൾ വിജിലൻ്റ് ആവുക, നമ്മുടെ ട്രാക്കുകൾ നോക്കുക, അത് മാത്രമേ ഇത് ഒഴിവാക്കാൻ. എൻ്റെ വീടിൻ്റെ അടുത്തുകൂടെ ഒരു റെയിൽവേ ലൈൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഇവിടെ ഈ 50 മീറ്ററിൽ ഒരു കുഴപ്പമുണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. ഞാനും എൻ്റെ അയൽവക്കത്തുള്ളൊരു ചേട്ടാ ഒരു നോട്ടം വേണം, ഇന്ന് രാത്രി ചേട്ടന് ഉറങ്ങാതെ നോക്കണം. ഒന്നും ചെയ്യാനില്ല, റെയിൽവേ ലൈനിൽ നോക്കിയിട്ട് അതിനിടയ്ക്ക് ടി വിയും കാണാൻ ഒരു പ്രശ്നമില്ല, ഉറക്കളച്ചിരിക്കണം എന്നേ ഉള്ളൂ. ആഴ്ചയിലൊരിക്കൽ ആ ചേട്ടന് ഉറക്കള സന്തോഷത്തോടെ സമ്മതിക്കും. എൻ്റെ ആരോഗ്യമൊന്നും പോരാ മോനെ, പക്ഷെ ഞാൻ ഒരു ദിവസം ഒരു രാത്രി ഞാൻ പിടിച്ചേക്കാം മതി. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ നമ്മുടെ സ്വത്ത് സംരക്ഷിക്കാൻ നമുക്കും ഒരു ബാധ്യതയില്ല. അതിനകത്ത് വെറുതെ ഒരു തീവണ്ടി അട്ടിമറി അല്ല ഇതൊരു ഉദ്ദേശിക്കുന്നത് രാജ്യത്തിൻ്റെ അട്ടിമറിയാണ്. അതാണ് കാരണം ആളുകൾ രാജ്യത്തിൻ്റെ നെർവാണ് തീവണ്ടി. ഇത് ഭാരതത്തിൽ മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളിലും ഒക്കെ നോക്കിക്കോ, അറ്റാക്ക് വരുന്നത് വിമാനത്താവളം, തീവണ്ടി ട്രാക്ക് പ്ലസ് റെയിൽവേ സ്റ്റേഷൻ. ലണ്ടനിലെ ആദ്യത്തെ സ്ഫോടനം എവിടെയായിരുന്നു? ട്യൂബ് റെയിൽവേ, അവരുടെ ഭൂമിക്കടിയിലൂടെ ഒളിമ്പിക്സിന് തൊട്ടുമ്പോൾ പാരീസിൽ നടന്ന നമ്മൾ കണ്ടല്ലേ. അപ്പം ഇതെല്ലാം എല്ലാ ടെററിസ്റ്റുകളും ലക്ഷ്യം വയ്ക്കുന്നത് നെർവ് സെൻറ്റേഴ്സിനെയാണ്. അതുപോലെ തന്നെ നാഡീ ഞരമ്പാണ് ഈ റെയിൽവേ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിസ്സാരമല്ല, 4 കോടി ആൾക്കാർ അറ്റ് എനി ഗിവൺ ടൈം 4 crores ഓഫ് ഇന്ത്യൻസ് ആർ ഇൻസൈഡ് ദ ട്രെയിൻ. അല്ല, ഇത് മനസ്സിലാക്കി നമ്മുടെ പൊതുജന സംഘടനകൾ, മാധ്യമങ്ങൾ എല്ലാവരും വളരെ വിജിലൻ്റ് ആവുകയും ആളുകളെ ഈ കാര്യങ്ങൾ ബോധവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യേണ്ടത്. പിന്നെ സുനിൽ പറഞ്ഞ പോലെ ഗവൺമെൻറ് തുനിഞ്ഞിറങ്ങി ഈ ആൾക്കാരെ പ്രചോദിപ്പിക്കുകയും കൂടെ വേണം. അപ്പോഴേ അതൊരു മൂവ്മെൻ്റ് ആയിട്ട്. ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നമ്മൾ ഇത്രയും ഒരു പട്ടിക ലിസ്റ്റ് ആദ്യം പറഞ്ഞ പോലെ ഉണ്ടായി. ഇപ്പോൾ ചിലപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത വേറെ കേസുകളും ഉണ്ടാവാം. ഒരു വണ്ടി വന്ദേ ഭാരത് തന്നെ ഓഗസ്റ്റ് 23, 24 അടുപ്പിച്ച് 2 ദിവസം ഉണ്ടായി, ജയ്പൂർ ഉദയ്പൂർ വണ്ടി. അപ്പോൾ ഇത് വലിയ ഗൗരവതരമായ കാര്യമാണ്. പക്ഷേ ഇത് ഗവൺമെൻറ് പറയണ്ടേ? ഗവൺമെൻറ് നടപടിയൊക്കെ എടുക്കുന്നുണ്ട്. കൂടുതലും ചില കേസ് മറ്റേ ഈ ഒരു വണ്ടിയുടെ കേസിൽ അഹമ്മദാബാദ് ഭാവനഗറിലെ IB അന്വേഷിക്കുന്ന റെയിൽവേ മന്ത്രി പറഞ്ഞിരുന്നു. അതൊക്കെ ഉണ്ട്. പക്ഷേ ജനങ്ങളോട് ഒരു കരുതൽ, ഒരു ശ്രദ്ധ ജനങ്ങളുടെ കൂടെ വേണമെന്ന് പറയേണ്ട സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു. യെസ്. ഏതായാലും തീവണ്ടി എന്ന് പറയുന്നത് തീവണ്ടി യാത്രക്കാരുടെ മാത്രമല്ല, രാജ്യത്തിൻ്റെ വെയിനാണ്, നാഡീഞരമ്പുകളാണ്. അത് നിലച്ചു പോയാൽ രാജ്യം ഇല്ല എന്ന് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.